ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ബർത്തിമായിയെക്കുറിച്ച് അറിയാം. ആ വാക്യമാണ് ഇന്ന് വായിക്കുന്നത്. യേശുവും ശിഷ്യന്മാരും ജനങ്ങളെല്ലാം എരിഹോവിലെത്തുമ്പോൾ അവിടെ ഒരു കുരുടനായ തിമായിയുടെ മകനായ ബർത്തിമായി ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ചെവിയിൽ ഒരു ശ്രുതി കേട്ടു, യേശു ഇതുവഴി കടന്നു പോകുന്നുണ്ട് എന്ന്. യേശു ഒരു സൗഖ്യദായകനാണ്, യേശു ഒരു ദൈവമാണെന്ന് ഈ ബർത്തിമായുടെ അകത്തൊരു വിശ്വാസമുണ്ടായിരുന്നു. യേശു കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ യേശു പെട്ടെന്നൊരു വിളിവിളിക്കേന്ന്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേണമേ എന്ന്. എല്ലാവരും അവനെ ശാസിച്ചു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ജനങ്ങൾ പറയുന്നതൊന്നും അവൻ കേട്ടിട്ടില്ല. അവൻ്റെ മുൻപിൽ അവൻ്റെ ആവശ്യം അവനൊരു സൗഖ്യമാണ്. എൻ്റെ കണ്ണ് തുറക്കാൻ കഴിവുള്ളവൻ ഈ യേശു മാത്രമാണെന്ന് അവൻ്റെ അകത്തൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് പലരും അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷേ യേശുവിനെ കണ്ടപ്പോൾ, യേശു പോകുന്നെന്ന് കേട്ടപ്പോൾ അവൻ വീണ്ടും നിലവിളിക്കുന്നു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേന്ന് നിലവിളിച്ചു. ഹല്ലേലൂയ. ശിഷ്യന്മാർ പറഞ്ഞു, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക എന്ന് പറയാം. നീ ധൈര്യപ്പെട്, നീ എഴുന്നേൽക്ക്, നിന്നെ വിളിക്കുന്നു എന്ന് പറയും. യേശു നിന്നെ വിളിക്കുന്നു, നീ എഴുന്നേൽക്കെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ പുതച്ച പുതപ്പും ഇല്ലെങ്കിൽ ആ താഴെ വിരിച്ച പായ, ആ കാശ്, ആ പാത്രം ഒന്നും അവൻ നോക്കിയില്ല. അവൻ്റെ മനസ്സിലൊറ്റ ചിന്ത, ഇന്നെനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന്. യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് പുതപ്പ് വലിച്ചെറിഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ അങ്ങ് പോവേന്നേ. യേശു കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിനറിയാം അവന് കാഴ്ചയില്ലാന്ന്. എന്നാൽ ദൈവം നമ്മളോട് ചോദിക്കുന്ന ചില സമയങ്ങൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന്. ആമേൻ. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞു. യേശുവിന് അറിയത്തില്ലേ അവൻ കുരുടനാണെന്ന്. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ കാണണം യേശു ആരാണ് എന്ന്. ഹല്ലേലൂയ. ഇവൻ എത്രയോ കാലങ്ങൾ കൊണ്ട് ഭിക്ഷ യാചിക്കുന്നവനാണ്. ജനങ്ങൾ കാണണം യേശു സൗഖ്യദായകനാണ്. ആ കണ്ണിന് കാഴ്ച കൊടുക്കാൻ ഈ ലോകത്ത് ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അതെൻ്റെ യേശുവാണ്. പോകുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഉടനെ ബർത്തിമായുടെ 2 കണ്ണും അവിടുന്ന് തുറക്കേന്നേ. ഹല്ലേലൂയ. എന്നാൽ കുരുടന് കണ്ണു തുറന്നവൻ നിന്റെ ആവശ്യങ്ങളുടെ മേലെ നിറവേറ്റി തരാതിരിക്കുമോ? തീർച്ചയായും. ദാവീദ് പുത്ര എന്ന് വിളിച്ചതുപോലെ ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ ആവശ്യത്തിൻ്റെ മേലെ ദൈവത്തോട് നിലവിളിക്കുവാണെങ്കിൽ തീർച്ചയായും നമുക്ക് വേണ്ടി യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ചോദിക്കും, മകളെ, മകനെ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന്. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുമ്പോൾ ആ ദൈവം നമ്മുടെ ആവശ്യത്തിൻ്റെ മേലെ ദൈവത്തിൻ്റെ ആണിപ്പാടുള്ള കരം തൊട്ട് നമ്മുടെ ആവശ്യം നിവർത്തിച്ച് തരാനാണ് ദൈവപുത്രൻ ഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ. ഈ വചനത്തിലൂടെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.